ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞല്ലോ നമ്മളുടെ ഒരു MLA ആണ് ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിരിക്കുന്നത്. ആ MLA ഒത്താശ ചെയ്യാൻ വടകരയുടെ MP-യും കേരളത്തിന്റെ സംസ്കാരം മാറ്റിയെടുക്കാൻ ന്യൂജൻ സംസ്കാരവുമായി ഇറങ്ങിയ നമ്മുടെ MP കാണുന്നവർക്കൊക്കെ ഷെയ്ക്കേണ്ടും ഹഗിങ്ങും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോസും കൊണ്ട് ആറാടുന്ന MP എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ? ഈ പരിപാടി സ്വാഗതം ചെയ്യുകയാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പ്രഭാരി നിതീഷിയാണ്. അധ്യക്ഷത വഹിക്കുന്നത് കോഴിക്കോട് നോർത്ത് പ്രസിഡന്റ് പ്രഫുൽജിയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ബിജെപിയുടെ നോർത്ത് ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ ഒ നിതീഷ് ജി, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ജയകൃഷ്ണ മാസ്റ്റർ, ശ്രീ ദിലീപ് വക്കീൽ, ശ്രീമതി പ്രിയങ്ക, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, വടകരയിലെ മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ യുവ MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകളുടെ ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് രാജിവെച്ചിരിക്കുന്നത്.
കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കൊണ്ടല്ല രാജിവെക്കുന്നത് എന്നാണ് ആ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. കോൺഗ്രസുകാരെ കുറിച്ച് ഓർത്ത് ഞാൻ രാജിവെക്കുകയാണ്, അല്ലാതെ വി സതീശനോ അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ആരും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1, 2, 3, 4 ഒന്നുമല്ല പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും 100 കണക്കിന് സ്ത്രീകളാണ് ഈ പറയുന്ന കാട്ടുകോഴിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അത് രാജിവെച്ചു. അദ്ദേഹം യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് ആ MLA പദവിയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്കതെ ഈ വിദ്വാൻ പറഞ്ഞത് എന്തൊക്കെയാ? വലിയ ന്യായവാദങ്ങളാണ്. ഇത്രയും വലിയൊരു മാന്യൻ ഈ ലോകത്താണ് ഈ രാഹുൽ മാങ്കൂട്ടം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ആ രാഹുലിന്റെ മുഖം മൂടി കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ പിച്ചിച്ചിരിക്കുകയാണ്. രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ ആക്റ്റീവാകുന്ന ഒരു മനുഷ്യൻ 11 മണിക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് എന്ന് ഈ മാധ്യമം കേരളത്തിലെ മിക്കവാറും മാധ്യമ പ്രവർത്തകരെ, സ്ത്രീ മാധ്യമ പ്രവർത്തകരെ ഈ വിദ്വാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. സാഹി കെട്ടിട്ട് ബ്ലോക്ക് ചെയ്തിടുകയാണ് എന്നാണ് പലരും നമ്മളോട് പേഴ്സണലായിട്ട് പറയുന്നത്. ഈ വിദ്വാനെ കൊണ്ട് രക്ഷയില്ല. ഇത് പുറത്തു പറഞ്ഞാൽ കോൺഗ്രസിന്റെ സമന്വയരായിട്ടുള്ള നേതാവാണ്, പുറത്തു പറയാൻ പലർക്കും ഭയമാണ്. ഇത്തരത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ഈ നേതാവിനെ പറ്റിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ഉണ്ടല്ലോ, ഈ MPക്ക് പരാതി കൊടുത്തിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വൃത്തികെട്ടവനെ ഈ കേരളത്തിൽ മുഴുവൻ എഴുന്നള്ളിച്ച് നടന്ന് MLA ആക്കിയതിന്റെ ക്രെഡിറ്റ് ഈ ഷാഫി പറമ്പിലാണ് ഏറ്റെടുത്തത്. ഷാഫിയുടെ മാനസപുത്രനാണ് പോലും. ഷാഫി പറമ്പിലിന്റെ സ്വന്തമാണ്, ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എടോ ഷാഫി, നിന്റെയും സ്വഭാവം ഇതാണോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാണ് എങ്കിൽ, ഷാഫി പറമ്പിലിന്റെ മാനസപുത്രനാണ് എങ്കിൽ ഷാഫിക്കും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഷാഫി നിങ്ങളെ കൊണ്ടു നടന്ന നേതാവാണ്, നിങ്ങൾ വളർത്തി വലുതാക്കിയ നേതാവാണ്, നിങ്ങൾ വ്യാജ ID കാർഡ് അടിച്ച് പ്രസിഡന്റ് ആക്കിയവനാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ MPക്ക് പറ്റില്ല. ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. ഇവിടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ ആ ആരോപണങ്ങളെല്ലാം മൂടിവെച്ച് അതെല്ലാം കോംപ്രമൈസ് ആക്കുന്ന സമീപനമാണ് ഈ വൃത്തികെട്ട MP ഷാഫി പറമ്പിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഷാഫി പറമ്പിന് സാധിക്കില്ല. മറുപടി പറയണം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ. ഷാഫി പറമ്പിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങളെ കൊണ്ട് മറുപടി ഞങ്ങൾ പറയിപ്പിക്കും. എന്താ ഷാഫി പറമ്പിലും അങ്ങനെയുള്ള ഒരു മനുഷ്യനാ? ആളുകളുടെ മുന്നിൽ അങ്ങ് ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് കൈകൊടുത്ത് അങ്ങ് നടക്കുകയാണ്. ഇവന്റെയൊക്കെ യഥാർത്ഥ സ്വരൂപം വെളിപ്പെടാൻ പോകുന്നു അല്ലേ? റീൽസ് കൊണ്ടുള്ള കളിയാണ് ഷാഫി പറമ്പിലിന്റെ റീല്. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീല്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് PR കമ്പനികളെ വെച്ച് റീലുണ്ടാക്കി കളിക്കുമ്പോ അപ്പോഴേ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറഞ്ഞതാണ് ഇതൊക്കെ പൊട്ടി വീഴാൻ അധിക സമയമൊന്നും വേണ്ട എന്ന്. VD സതീശൻ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചെയ്തത്. പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടിട്ട് ഞാനൊരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ഒരച്ഛൻ എന്താ ചെയ്യുക? VD സതീശൻ നിങ്ങൾ മറുപടി പറയണം. പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു യുവതി വന്ന് പരാതിപ്പെട്ടാൽ ആ അച്ഛനതങ്ങ് മൂടി വെക്കുകയാണ്. നാണമുണ്ടോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ? VD സതീശനെതിരെ കേസെടുക്കണം. ഷാഫി പറമ്പിലിനെതിരെ അന്വേഷണം നടത്തണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നാണം കെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണ്ട എന്നാണ്. എടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പറയുന്ന കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടം ആ പാലക്കാട് ഇറങ്ങി നടക്കാൻ സാധിക്കുമെന്ന്? BJPയുടെ ചുണക്കുട്ടികളുണ്ട് ആ പാലക്കാട്ട്. ആ കാട്ടുകോഴിയെ പാലക്കാട്ടിന്റെ മണ്ണിൽ കാലുകുത്താൻ BJP അനുവദിക്കില്ല. അതുകൊണ്ട്
രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഒരു പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ BJPയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ ഒ നിതീഷ് ജിയെ ക്ഷണിക്കുക. ഈ പരിപാടിയുടെ അധ്യക്ഷൻ കോഴിക്കോട് നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ മുകുൽ കൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ്, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആകാശത്ത് അല്ലെങ്കിൽ മീഡിയകളിൽ, സോഷ്യൽ മീഡിയകളിൽ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പേര്, ആ പേര് ഇന്നലെ മുതൽ വ്യാപകമായി ചർച്ച ചെയ്യും. അങ്ങനെ വ്യാപകമായി ചർച്ച ചെയ്യുന്നതിന്റെ കാരണം എന്താണ് എന്ന് നാം അന്വേഷിച്ചു പോകുമ്പോഴാണ് നേരത്തെ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ ആ കാരണങ്ങളൊക്കെ വെളിവായി വരുന്നത്. കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ നേതാവ് എന്ന രീതിയിൽ നടിച്ചുകൊണ്ട് ഇവിടത്തെ കേരളത്തിലെ പെൺകുട്ടികളെ അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, അവർക്ക് അശ്ലീലമായിട്ടുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ട്, അവരെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പാലക്കാടിന്റെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ആവശ്യം, രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനമല്ല രാജിവെക്കേണ്ടത്, അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടുള്ള MLA പദവിയാണ് രാജിവെക്കേണ്ടുന്നത്. അതാണ് BJPയുടെ ആവശ്യം. അദ്ദേഹത്തെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്നത് ഇവിടത്തെ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലല്ലേ? ഷാഫി പറമ്പിൽ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? ആ പെൺകുട്ടി പറഞ്ഞില്ലേ ഇന്നലെ, ആ യുവനടി കേരളത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത്? ഷാഫി പറമ്പിലിന് എല്ലാം അറിയാമായിരുന്നു എന്ന്. എല്ലാം അറിയാമായിരുന്ന ഷാഫി പറമ്പിൽ എന്താണ് കുറെ ദിവസങ്ങളായിട്ട് മിണ്ടാത്തത്? കേരളം ചോദിക്കുന്നില്ലേ? ഷാഫി പറമ്പിൽ കണ്ടവരുണ്ടോ? എന്തിനാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒത്താശ ചെയ്യുന്നത്? അതാണ് കേരളത്തിലെ BJPക്കും കേരള സമൂഹത്തിനുമുള്ള ചോദ്യം. അതുകൊണ്ട് ഈ പീഡനങ്ങൾ ഒതുക്കി തീർത്തതിൽ, ഈ വിഷയത്തിൽ നടപടിയെടുക്കാത്തതിൽ ഷാഫി പറമ്പിലിന് പങ്കുണ്ട്. അതുകൊണ്ട് ഷാഫി പറമ്പിലും രാജിവെക്കണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? ആ കുട്ടി, ആരോപണം പറഞ്ഞിട്ടുള്ള കുട്ടി എനിക്ക് മകളെ പോലെയാണ്. അങ്ങനെ മകളെ പോലെയുള്ള കുട്ടിയെ സംരക്ഷിക്കാനുള്ള നടപടിയാണോ പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ആരോപണങ്ങൾ നിരവധിയായിട്ട് വരുന്നില്ലേ? ഇന്ന് കണ്ട ആരോപണങ്ങൾ ഏതൊക്കെയാണ്? ഒരു പെൺകുട്ടി പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി, എന്നെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി, അവസാനം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്, എന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാകുമെന്ന് രാഹുൽ പറഞ്ഞില്ലേ? അങ്ങനെ പാവപ്പെട്ട ഒരു ദളിത് പെൺകുട്ടിയെ അടക്കം പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചില്ലേ? ഇന്നലെ യുവനടി വെളിപ്പെടുത്തിയില്ലേ? ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ ഈ തരത്തിലുള്ള രാഹുലിന്റെ വീട്ടിലേക്ക്, രാഹുലിന്റെ ഓഫീസിലേക്ക് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പോയപ്പോൾ എന്തൊക്കെയാണ് നടന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ചില ട്രോളന്മാര് പറയുന്ന ചില കാര്യമുണ്ട്. ഇവിടത്തെ മഹിളാ കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകർ അവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ഡൽഹിയിൽ പോയി. അങ്ങനെ പ്രിയങ്ക ഗാന്ധിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള മഹിളാ പ്രവർത്തകയോട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ മറുപടി, ആ കാട്ടുകോഴി ആ രാഹുൽ എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് തുറന്നു കാണിക്കുന്ന സാഹചര്യമാണ് പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടായ അനുഭവം. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞില്ലേ രാജിവെച്ചുവെന്ന്. ഇന്നലെ മുതൽ നടക്കുന്ന ആരോപണം. BJPക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് രാജിവെക്കേണ്ടുന്ന വിഷയമല്ല. കേരളത്തിലെ നൂറുകണക്കിന് പെൺകുട്ടികൾ ആരോപണവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന് നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് രാജിക്കത്ത് ആവശ്യപ്പെടുന്നത്?
അങ്ങനെ രാജിക്കത്ത് പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം. ഇവിടെ കഴിഞ്ഞ ദിവസം തൃശൂർ പറഞ്ഞത് എന്താണ്? സത്യസന്ധനായ കള്ളൻ എന്നല്ലേ കേരളത്തിലെ പെൺകുട്ടികൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തെ സ്വന്തം ഏട്ടൻ എന്നല്ലേ ഓരോ പെൺകുട്ടികളും വിശ്വസിച്ച് വിളിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടമോ? ഇവിടെ കുറെ കാലം മുന്നേ കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും തുല്യനീതിയാണ് നടപ്പിലാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന് തന്നെ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ പരിണിത പ്രജ്ഞയായ കല്യാണിക്കുട്ടിയമ്മയിലെ കരുണാകരൻ, അവരുടെ ഭാര്യ, അവര് കോൺഗ്രസിന്റെ ഈ തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് മനമെടുത്തുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയാൻ കുറച്ച് പ്രയാസമുള്ളത്. അങ്ങനെയുണ്ടായ കാലത്ത്, ആ കാലഘട്ടത്തിൽ അവര് പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടം എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം അവരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപമാനിച്ചു. എന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ കേരളത്തെ അവബോധപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പിതൃശൂന്യ എന്ന് അപമാനിച്ചു. എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധി ആ വയോധികയായിട്ടുള്ള ആ അമ്മയെ അപമാനിച്ചതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പിതൃശൂന്യൻ മാത്രമല്ല, നൂറുകണക്കിന് പിതൃക്കളില്ലാത്ത കുട്ടികൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണെന്ന് മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഷാഫി പറമ്പിൽ മറുപടി പറയുന്നത് വരെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് BJP നേതൃത്വം നൽകും. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ശക്തമായ പ്രതിഷേധങ്ങളുമായി ഇവിടേക്ക് വരാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്